നമസ്കാരം. ഡോക്ടർ വന്ദന കൊലക്കേസ് പ്രതിക്ക് ജീവപര്യന്തം തടവും 1,00,000 രൂപ പിഴയും കൊല്ലം അഡീഷണൽ സെഷൻസ് കോടതി വിധിച്ചിരിക്കുന്നു. ഡോക്ടർ വന്ദന കൊലക്കേസ് നമുക്കെല്ലാവർക്കും ഓർമ്മയുള്ള ഒരു കാര്യമായിരിക്കാം. 2023 മെയ് 10 വെളുപ്പിന് സംഭവിച്ചൊരു കാര്യമാണ്. അതായത് ഈ പ്രതിയായ സന്ദീപ് സ്വന്തം ഭവനത്തിൽ കിടന്നുകൊണ്ട് ഭയങ്കരമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും പോലീസ് അയാളെ പോയി കസ്റ്റഡിയിലെടുത്തുകൊണ്ട് വന്ന് മെഡിക്കൽ പരിശോധനയ്ക്കും പിന്നെ അതോടൊപ്പം തന്നെ അയാൾ ശരീരത്ത് സ്വയം ഉണ്ടാക്കിയിരുന്ന ചില മുറിവുകൾ പരിശോധിക്കുന്നതിനുമായിട്ട് കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചിരുന്ന സന്ദർഭത്തിൽ അവിടെ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ജൂനിയർ ഡോക്ടർ വന്ദനാദാസിനെ അവിടെ സർജറി കത്തി എടുത്ത് ഉപയോഗിച്ച് കൊണ്ട് ഈ വന്ദനാദാസിനെ ക്രൂരമായിട്ട് കുത്തിക്കൊലപ്പെടുത്തിയൊരു സംഭവമാണ്. ആ കൊലക്കേസിലാണ് ഇന്നിപ്പോൾ വിധി വന്നിരിക്കുന്നത്. ആ വിധി ജീവപര്യന്തം തടവും അതോടൊപ്പം തന്നെ 1,00,000 രൂപ പിഴയുമാണ്. പക്ഷേ പ്രത്യക്ഷത്തിൽ അത് ശിക്ഷ കുറഞ്ഞു പോയി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ പോലും ശിക്ഷയുടെ നാൾവഴികൾ നോക്കുമ്പോൾ അല്ലെങ്കിൽ ശിക്ഷ വിധിച്ചിരിക്കുന്ന ഓരോ പോയിന്റുകൾ എടുത്ത് പരിശോധിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നല്ല ഭേദപ്പെട്ട ഒരു ശിക്ഷാ വിധി തന്നെയാണ് എന്ന് നമുക്ക് പറയാം. എങ്കിൽ പോലും അത് പൂർണ്ണമല്ല. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഡോക്ടർ വന്ദന എന്ന് പറയുന്ന ഒരു യുവ ഡോക്ടർ അവരുടെ ജോലിക്കിടയിൽ ആണ് ഇങ്ങനെ ഒരു ആക്രമണത്തിന് ശരിക്കും പറഞ്ഞ് കേരളം നടുങ്ങിയൊരു സംഭവമാണ് അതിനകത്ത് അവർ ഇല്ലാതായത്. അപ്പോൾ അത്രയും ക്രൂരമായ കൊലപാതകം ചെയ്ത ആ പ്രതിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വധശിക്ഷ തന്നെയാണ് ലഭിക്കേണ്ടത്. അതുകൊണ്ട് തന്നെ പ്രോസിക്യൂഷൻ പറഞ്ഞിരിക്കുന്നതും അതുപോലെ തന്നെ ആ ഡോക്ടർ വന്ദനയുടെ പേരൻസ് മാതാപിതാക്കൾ പറഞ്ഞിരിക്കുന്നതും അവർ മേൽക്കോടതിയെ സമീപിച്ച് അയാൾക്ക് വധശിക്ഷ വാങ്ങിക്കൊടുക്കുന്നതിനാവശ്യമായ നിയമ നടപടികളുമായിട്ട് മുന്നോട്ട് പോകും എന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ എങ്കിൽ പോലും കൂടെ ഇപ്പോൾ നമുക്ക് ഇവിടെ ഈ കോടതി ഇപ്പോൾ വിധിച്ചിരിക്കുന്ന ആ ശിക്ഷയിൽ തന്നെ വ്യക്തമായിട്ട് പല കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. അതായത് വധശ്രമത്തിന് എടുത്തിരിക്കുന്നത് ശിക്ഷ, അതുപോലെ തന്നെ ജോലിക്കിടയിൽ നടന്നിരിക്കുന്ന ഒരു കൊലപാതകം, അതായത് കൊല്ലപ്പെട്ടിരിക്കുന്നത് ഈ ഡോക്ടർ വന്ദനാദാസ് അവർ ഡ്യൂട്ടിക്കിടയിലാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ആ ഹോസ്പിറ്റലിൽ നിന്ന് തന്നെ ആയുധം മോഷ്ടിച്ചാണ് ഈ കൊലപാതകം നടത്തിയിട്ടുള്ളത്. അതുപോലെ തന്നെ മറ്റ് കൂട്ടത്തിലുണ്ടായിരുന്ന ജീവനക്കാർക്കും അതുപോലെ തന്നെ ഇയാളെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്നിരുന്ന പോലീസുകാരെ ആക്രമിച്ചതിനും അങ്ങനെ എല്ലാത്തിനും കൂടെ കൂടി ഏകദേശം 30 വർഷത്തെ ഒരു ശിക്ഷ ഇതിനകത്ത് വിധിച്ചിട്ടുണ്ട്. അതിനുശേഷമാണ് ജീവപര്യന്തം ശിക്ഷ ആരംഭിക്കുന്നത്. അപ്പം മൊത്തത്തിൽ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പ്രതി, അതായത് ശരിക്കും പറഞ്ഞാൽ ഈ സന്ദീപ് എന്ന് പറയുന്ന ആ പ്രതി ഇനി ജീവിതകാലം മൊത്തം തന്നെ ജയിലിൽ കിടക്കാവുന്ന രീതിക്കുള്ള ശിക്ഷയാണ് വിധിച്ചിരിക്കുന്നത്. അതായത് ആദ്യമേ 30 വർഷം പല വകുപ്പുകളിലായിട്ട് 30 വർഷക്കാലം അയാൾ ജയിൽ ശിക്ഷ അനുഭവിച്ചതിന് ശേഷം മാത്രമാണ് ജീവപര്യന്തം തടവ് ശിക്ഷ ആരംഭിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ അയാളുടെ ജീവിതകാലം മൊത്തത്തിൽ ഇനി ജയിലിൽ കിടക്കേണ്ടത് തന്നെയാണ് ഇപ്പോൾ ഈ വിധിച്ചിരിക്കുന്ന വിധി എന്നത് കൊണ്ട് തന്നെ അതൊരു ന്യായമായ വിധി എന്ന് വേണമെങ്കിൽ നമുക്ക് സമാധാനിക്കാം എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ ഒരിക്കൽ പോലും ഈ വന്ദനാദാസിനോട് ചെയ്തിരിക്കുന്ന ക്രൂരമായ, അതായത് ആ കുട്ടിയെ ഈ ഭൂമിയിൽ നിന്ന് ഇല്ലാതാക്കിയതിന് പകരമാവില്ല, അതിന് തക്ക ഒരു ശിക്ഷ തന്നെ ആകുന്നില്ല എന്നുള്ളത് വ്യക്തവുമാണ്. അതുകൊണ്ട് തന്നെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പ്രോസിക്യൂഷനും അതോടൊപ്പം തന്നെ ഈ വന്ദനാദാസിൻ്റെ മാതാപിതാക്കളും മേൽക്കോടതിയെ സമീപിക്കാനായിട്ട് തീരുമാനിച്ചിരിക്കുന്നത്. എന്തൊക്കെയാണെങ്കിലും ഇതിനകത്തൊക്കെ നമ്മൾ കാണേണ്ടത് ഒരു വ്യക്തിക്ക് വന്ന മാനസികമായ ഒരു പിരിമുറുക്കമോ അല്ലെങ്കിൽ മറ്റെന്തോ ഒക്കെ ആണെന്നൊക്കെ പറഞ്ഞ് ഇതിനകത്ത് ഒഴിയാമെങ്കിൽ പോലും കൂടെ ഇത്തരം ക്രിമിനൽ മൈൻഡുള്ളവരെ പൊതുസമൂഹത്തിൽ വളരെ സൂക്ഷിക്കേണ്ടതുണ്ട്. കാരണം ഈ ക്രിമിനൽ സ്വഭാവങ്ങൾ വർദ്ധിച്ചു വന്നുകൊണ്ടിരിക്കുന്നു. ഇയാൾക്കെയൊക്കെ ചിലപ്പം ഇനിയിപ്പം ഇത്രയും വലിയ ശിക്ഷ കിട്ടിയിട്ടുണ്ടെങ്കിലും ഇനിയിപ്പം മേൽക്കോടതിയിൽ പോകുമ്പോൾ എന്ത് ശിക്ഷ കിട്ടുന്നു എന്നുള്ളത് അത് നമുക്കിപ്പം മുൻകൂട്ടി പറയാൻ സാധിക്കില്ല. അത് കോടതിയുടെ വിവേചനാധികാരത്തിൽപ്പെട്ട കാര്യമാണ്. എന്ത് ശിക്ഷ കിട്ടിയാൽ പോലും ഇവിടെ നിലനിൽക്കുന്ന ചില നിയമ സംവിധാനത്തിൻ്റെ, ഇവിടുത്തെ ചില സർക്കാർ സംവിധാനത്തിൻ്റെയും ചില പരിമിതികൾ അല്ലെങ്കിൽ ചില ഇടപെടലുകൾ നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ടതാണ്. കാരണം ഈ അടുത്ത സന്ദർഭത്തിലുണ്ടായ ഒരു സംഭവം കൂടെ നമ്മൾ ഇതിനകത്ത് എടുത്ത് കാണുന്നതിന് വേണ്ടിയിട്ടാണ്. അതായത് നേരത്തെ ചെങ്ങന്നൂർ ഭാസ്കർ കാർണവർ വധക്കേസിൽ 3 ജീവപര്യന്തം തടവിന് ശിക്ഷിക്കപ്പെട്ട ഒരു പ്രതിയായിരുന്നു ഷെറിൻ എന്ന് പറയുന്നത്. അതായത് പലരും ഓർക്കുന്നുണ്ടാവും, ചെങ്ങന്നൂർ ഭാസ്കർ കാർണവർ അദ്ദേഹത്തിൻ്റെ മകൻ്റെ ഭാര്യയായ ഷെറിൻ എന്ന സ്ത്രീയും അവരുടെ കുറേ കാമുകന്മാരും കൂടെ കൂടിയിട്ട്
അദ്ദേഹത്തെ രാത്രി കൊലപ്പെടുത്തിയ ഒരു സംഭവമാണ്. അതിനകത്ത് കോടതി ശിക്ഷിച്ച് 3 ജീവപര്യന്തമാണ് ഈ ഷെറിന് കോടതി വിധിച്ചിരുന്നത്. പക്ഷേ ആ ഷെറിന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പിണറായി മന്ത്രിസഭ തന്നെ ഇളവ് നൽകി ആ ഷെറിൻ ഇപ്പോൾ കുറ്റവിമുക്തയായിട്ട് പൊതുസമൂഹത്തിൽ ഇറങ്ങി നടക്കുകയാണ്. അതിൻ്റെ പിന്നിൽ ആ ഷെറിനെ പുറത്തിറക്കാനായിട്ട് പ്രവർത്തിച്ചത് ഇവിടുത്തെ ഗതാഗത വകുപ്പ് മന്ത്രി KB ഗണേഷ് കുമാറൊക്കെ ആണ് എന്നും പറയപ്പെടുന്നുണ്ട്. വ്യക്തമായിട്ട് നമുക്കതിനകത്ത് തെളിവുകളില്ലെങ്കിൽ പോലും കൂടെ ഒരു മന്ത്രിസഭ തന്നെ ഈ ഷെറിന് വേണ്ടിയിട്ട്, അതായത് 3 ജീവപര്യന്തം തടവിന് ശിക്ഷിച്ച ഷെറിന് വേണ്ടിയിട്ട് പിണറായി വിജയൻ മന്ത്രിസഭ തന്നെ ഇളവ് കൊടുത്തു എന്ന് പറയുമ്പോൾ അതിൽ അടങ്ങിയിരിക്കുന്ന ആ ഗൂഢമായ പ്രവൃത്തി എത്ര നീചമാണ്, എത്ര നികൃഷ്ടമാണ് എന്നുള്ളത് നമ്മൾ കാണേണ്ടിയിരിക്കുന്നു. അങ്ങനെയൊക്കെ നമ്മൾ കാണുമ്പോൾ അങ്ങനെ എത്ര സംഭവങ്ങൾ, അതും ആ ഷെറിനെ സംബന്ധിച്ച് ആദ്യത്തെ ഒരു ജീവപര്യന്തം പോലും തികയ്ക്കുന്നതിന് മുമ്പ് തന്നെ ഏകദേശം പകുതിയോളം കാലയളവ് അവർ പരോളിലായിരുന്നു, അതായത് പുറത്തായിരുന്നു. പല സന്ദർഭങ്ങളിലും മന്ത്രിയുടെ PA ആണ് പോയി കൂട്ടിയിട്ട് വന്നിരുന്നതെന്നൊക്കെ പറയപ്പെടുന്നുണ്ട്. അപ്പോൾ ഇത്തരം കഥകളൊക്കെ പുറത്തേക്ക് നടക്കുമ്പോൾ പോലും കൂടെ ഈ സന്ദീപിന് ഇപ്പോൾ ഈ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നിപ്പോൾ വിധിച്ചിരിക്കുന്ന ഈ വിധി, അതായത് ശരിക്കും വന്ദന ദാസ് കൊലക്കേസ് പ്രതിക്ക് ശിക്ഷിച്ചിരിക്കുന്ന ഈ വിധിയിൽ സ്വാഭാവികമായിട്ട് ഇനി മുന്നോട്ടുള്ള സർക്കാരുകളിലെ പലവിധ പരിഗണനകളൊക്കെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവനെപ്പോലുള്ള കൊടും ക്രൂരനായ കൊലയാളികൾ പൊതുസമൂഹത്തിൽ ഇറങ്ങി നടക്കാനുള്ള സാധ്യതകൾ വളരെ അധികമാണ്. ഇതൊക്കെ തന്നെയാണ് ഇവിടെ നിയമത്തിൻ്റെ പോരായ്മ എന്ന് പറയുന്നത്. നിയമം അതിൻ്റെ ശരിക്കുള്ള രീതിയിൽ പ്രാവർത്തികമാക്കപ്പെടുന്നില്ല എന്നുള്ളതിൻ്റെ വ്യക്തമായ ചില തെളിവുകളാണ് ഞാൻ ഈ ഷെറിൻ്റെ കാര്യത്തിൽ പറഞ്ഞത്. അതായത് അത്രയും ക്രൂരമായ കൊലപാതകമായിരുന്നു ഈ ചെങ്ങന്നൂർ ഭാസ്കർ കാർണവർ വധക്കേസിൽ സംഭവിച്ചത്. അതിലെ മെയിൻ പ്രതിയാണ് ശരിക്കും പറഞ്ഞാൽ മരുമകളായ ഈ ഷെറിൻ എന്ന സ്ത്രീ. ആ സ്ത്രീക്ക് വേണ്ടിയിട്ട് മന്ത്രിസഭ തന്നെ ഒത്താശ ചെയ്ത് കൊടുത്തുകൊണ്ട് അവരുടെ ശിക്ഷ ഇളവ് കൊടുത്തു. അതായത് ഒരൊറ്റ ജീവപര്യന്തം കാലാവധി പൂർത്തിയാകരിച്ചു എന്നുള്ള ഒരു കാരണം പറഞ്ഞുകൊണ്ടും ആ ഒരൊറ്റ ജീവപര്യന്തത്തിൽ പോലും കൂടെ പകുതി കാലഘട്ടങ്ങളോളം അവർ പരോളിലായിരുന്നു എന്നതുകൊണ്ട് പോലും കൂടെ മറച്ചു വെച്ചുകൊണ്ടും അല്ലെങ്കിൽ അത് കാര്യമായിട്ട് പരിഗണിക്കാതെയും ആ ഒരൊറ്റ ജീവപര്യന്തം കാലാവധി എത്തിയപ്പോൾ തന്നെ ഈ 3 ജീവപര്യന്ത ശിക്ഷയും ഇളവ് നൽകി മന്ത്രിസഭയുടെ വിവേചന അധികാരം വെച്ച്. എത്ര മന്ത്രിസഭയ്ക്ക്, അതായത് പിണറായി വിജയൻ മന്ത്രിസഭയ്ക്ക് എന്താണ് ഈ കാര്യത്തിനകത്തുള്ള ഉത്സാഹം എന്നുള്ളത് ഇന്ന് വരെയും പൊതുസമൂഹത്തെ പിണറായി വിജയൻ മന്ത്രിസഭയിലെ ഏതെങ്കിലും ഒരു അംഗങ്ങളോ മന്ത്രിസഭയോ അല്ലെങ്കിൽ അതിനെ ഭരിക്കുന്ന പാർട്ടിയുടെ സംസ്ഥാന നേതൃത്വമോ ആരും ഇതുവരെ പൊതുസമൂഹത്തെ അറിയിച്ചിട്ടില്ല. ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത് KB ഗണേഷ് കുമാറാണ് എന്ന് പറയുന്നുണ്ട്. KB ഗണേഷ് കുമാറിൻ്റെ സ്വഭാവ വിശേഷത നമ്മൾ കൂടുതൽ പറയേണ്ടതില്ല, കാരണം അത് ഇപ്പോൾ പൊതുമണ്ഡലത്തിൽ വളരെ വ്യക്തമാണ്. അപ്പോൾ നമ്മൾ ഇത്തരം കാര്യങ്ങളെ ഈ ഒരു സാഹചര്യത്തിൽ നോക്കി കാണേണ്ടതുണ്ട്. നമുക്കറിയാം, ഇപ്പോൾ ഇന്നേ ദിവസം തന്നെ നടന്നിരിക്കുന്ന വേറെ 1-2 കാര്യങ്ങൾ പെട്ടെന്ന് ഈ കൂട്ടത്തിലൊന്ന് പറഞ്ഞു പോവുകയാണ്. കാസർഗോഡ് ഒരു BLO, ഒരു സ്കൂൾ അധ്യാപകനാണ് സവാദ്, ഇന്ന് രാവിലെ ആത്മഹത്യ ചെയ്തിരിക്കുന്നു. അത് വാർത്തയിൽ വന്നിട്ടുള്ള ഒരു കാര്യമാണ്. അതായത് അദ്ദേഹത്തിൻ്റെ ജോലി ഭാരം, നമുക്കറിയാം ഈ ഇലക്ഷനോടനുബന്ധിച്ച് BLOമാർക്കും ഈ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കൊക്കെ ഭയങ്കരമായ സമ്മർദ്ദങ്ങളുണ്ടായിരിക്കുന്നു. ആ സമ്മർദ്ദത്തിൻ്റെ ഫലമായിട്ട് ചെറുപ്പക്കാരനാണ്, അതായത് കാസർഗോഡ് ജില്ലയിലെ ചേർക്കള സ്കൂൾ അധ്യാപകനായ സവാദ് എന്ന് പറയുന്ന അധ്യാപകൻ ഇന്ന് ആത്മഹത്യ ചെയ്തിരിക്കുന്നു. മറ്റൊരു വിഷയം എന്ന് പറയുന്നത് നമ്മുടെ എറണാകുളത്ത് വടുതലയിൽ ഒരു വീട്ടിൽ അമ്മയും മകളും മകളുടെ 3 മക്കളും അങ്ങനെ 5 പേരടങ്ങുന്ന കുടുംബം ആത്മഹത്യ ചെയ്തിരിക്കുന്നു. അത് ഇന്ന് തന്നെ എറണാകുളം വടുതലയിൽ സംഭവിച്ചിരിക്കുന്ന ഒരു കാര്യമാണ്. അവർ തിരുവനന്തപുരം സ്വദേശികളാണ്. തിരുവനന്തപുരം കാരോട് സ്വദേശികളാണ്. അതായത് അമ്മയും മകളും മകളുടെ 3 മക്കൾ. ശരിക്കും അത് ഈ അമ്മ കുമാരി, അമ്മയുടെ മകളുടെ പേര് അശ്വതി. ഈ അശ്വതിയുടെ ഭർത്താവ് ഈ അടുത്തിടെ മരണപ്പെട്ടു പോയിരുന്നു എന്ന് പറയപ്പെടുന്നു. അതുപോലെ തന്നെ ഈ അശ്വതിയുടെ 3 മക്കൾ 14 വയസ്സ്, 4 വയസ്സ്, 2 വയസ്സ്, അങ്ങനെ 5 പേര് ഇന്നിപ്പോൾ എറണാകുളം വടുതലയിൽ ഒരു കുടുംബത്തിൽപ്പെട്ടവരാണ്. അവർ തിരുവനന്തപുരത്ത് നിന്ന് ഈ എറണാകുളം വടുതലയിൽ വന്ന് വാടകയ്ക്ക് താമസിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇങ്ങനെ ആത്മഹത്യ നടന്നിരിക്കുന്നത്. അപ്പോൾ ഒരു ദിവസം പോലും കൂടെ ഇന്നിപ്പം തന്നെ നടന്നിരിക്കുന്ന ഒരു കാര്യമാണ് ഈ പറഞ്ഞ ഈ 5 ആത്മഹത്യ, അതുപോലെ കാസർഗോഡ് അധ്യാപകൻ്റെ ആത്മഹത്യ. അതായത് ഒരു ദിവസം തന്നെ ഏകദേശം 1/2 ഡസനോളം അല്ലെങ്കിൽ 8-10 പേരാണ് ഈ സംസ്ഥാനത്ത് ആത്മഹത്യ ചെയ്യുന്നത്, അല്ല കൊല്ലപ്പെടുന്നത്. അപ്പോൾ ഇവിടെയെല്ലാം നമ്മുടെ ഭരണത്തിൻ്റെ ഒരു
ഈ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇടപെടലിൻ്റെ പോരായ്മ വളരെ വ്യക്തമാണ്. ഇതൊക്കെ മറക്കാൻ വേണ്ടിയിട്ട് PRDക്ക് 100 കോടി രൂപ വാരി എറിഞ്ഞുകൊണ്ട് PRD ഭയങ്കരമായ പരസ്യം ചെയ്യുന്നുണ്ട്. പുതിയ യുഗം അല്ലെങ്കിൽ നവകേരളം, അതുപോലെ തന്നെ ഇവിടെ കേരളം ഭയങ്കര മെച്ചമാണ്, കേരളത്തിൻ്റെ ഭരണം അങ്ങേയറ്റത്തെ വളരെ ശ്രേഷ്ഠമായ ഭരണമാണ്, കേരളം വികസനത്തിൻ്റെ അങ്ങേയറ്റത്തൊക്കെയാണെന്ന് പറയുമ്പോൾ പോലും ശരിക്കും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് നേരെ വിപരീതമാണ്. അതായത് വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന യാഥാർത്ഥ്യം പൊതുസമൂഹം തിരിച്ചറിയേണ്ടതുണ്ട്. ഇത്തരം സന്ദർഭങ്ങളിലൊക്കെ പ്രതികരിക്കേണ്ട പ്രതിപക്ഷത്തിൻ്റെ ശബ്ദം വളരെ ലോലമാണ്. പ്രതിപക്ഷത്ത് പോലും ശക്തമായിട്ട് പ്രതികരിക്കേണ്ടയുള്ള ക്വാളിറ്റിയുള്ള നേതാക്കന്മാരെ അടക്കി ഒതുക്കി നിർത്തുക എന്നുള്ള ഒരു ഹിജൻ അജണ്ട പ്രതിപക്ഷത്തിനും ഉള്ളത് കൊണ്ട് തന്നെ പ്രതിപക്ഷത്ത് ക്വാളിറ്റിയുള്ള നേതാക്കന്മാരെയൊക്കെ ഏതെങ്കിലും ഒരു പെണ്ണുകേസുകളിലൊക്കെ ഒതുക്കി നിർത്തുകയും ചെയ്തുകൊണ്ട് ഈ പ്രതിപക്ഷമാണെങ്കിൽ പോലും ഭരണപക്ഷത്തിന് കുട ചൂടുന്ന അല്ല കുട പിടിക്കുന്ന ഒരു രീതിയിലുള്ള പ്രവർത്തനമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നും കൂടി ഈ ഒരു സന്ദർഭത്തിൽ പറഞ്ഞു വെക്കുന്നു. നന്ദി.